ഓം അവതാരവരിഷ്ടന്തം സർവാനുഗ്രഹദായകം നാരായണഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുസാഗരം ഭാഗം 19. പണ്ഡിതർ അന്നും ഇന്നും തപ തന്നെ. ഗുരുസ്വാമിയുടെ ദേഹത്ത് ഒരു പരിചരിച്ചു നിന്ന ശിഷ്യരിൽ ഒരാളാണ് അതാദ്യം കണ്ടത്. അയാൾ വ്യസനഹൃദയനായി. ദിവസം ചെല്ലുംതോറും അതിന്റെ വലിപ്പം കൂടി വന്നു. ഒപ്പം നീരും വേദനയുമായി. ഡോക്ടർ വന്നു. ഓപ്പറേറ്റ് ചെയ്ത് കളയണം, അത് താനെ പൊട്ടുമെന്ന് തോന്നുന്നില്ല. സ്വാമി അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. സ്വാമിയെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് ശിഷ്യർ തീരുമാനിച്ചു. അവർ ഓപ്പറേഷന്റെ തീയതിയും നിശ്ചയിച്ചു. അന്നേ ദിവസം ഗുരുവിനെ അനുനയിപ്പിച്ച് ആശുപത്രിയിലെത്തിക്കുക എന്ന ദൗത്യവുമായി അവർ തൃപ്പാദ സമക്ഷമെത്തി. സ്വാമി അവരിൽ ഒരാളെയും വിളിച്ച് തൊടിയിലേക്കിറങ്ങി. ഒരു സസ്യത്തിന്റെ തളിരിലകൾ പറിച്ചെടുത്തു. അതു കശക്കി പിഴിഞ്ഞ് തന്റെ പരുവിലേക്ക് നീര് വീഴ്ത്തുവാൻ ആവശ്യപ്പെട്ടു. ശിഷ്യൻ അനുസരിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞതും പരു പൊട്ടി ദുഷിപ്പുകൾ പുറത്തേക്കൊലിച്ചു. ശിഷ്യർക്ക് അതു കണ്ട് തൊഴുതു നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. പരുവിന്റെ പ്രശ്നവുമായി മുന്നിലെത്തിയ മറ്റൊരു രോഗിയിൽ ശിഷ്യൻ ഗോവിന്ദാനന്ദ സ്വാമി ഈ പച്ചില മരുന്ന് പരീക്ഷിച്ചു. ഫലിച്ചില്ല. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗുരുസ്വാമി ഇങ്ങനെ അരുൾ ചെയ്തു: ദേശഭേദം, സ്ഥലം, ഋതുഭേദം ഇതൊക്കെ ഔഷധികൾക്ക് വ്യത്യാസം വരുത്തും. ചെടിയുടെ പ്രായവും പരിഗണിക്കണം. തൈ ആയിട്ട് നിൽക്കുമ്പോഴും കായ്ച്ചു നിൽക്കുമ്പോഴും ഒരേ ഫലമല്ല. മനുഷ്യ ശരീരത്തിനു നമുക്കറിയാൻ കഴിയാത്ത പല വ്യത്യാസങ്ങൾ ഇല്ലേ? ചേരു തൊട്ടാൽ പക ഉള്ളവരും ഉണ്ടല്ലോ. രോഗിയുടെ ശരീരസ്ഥിതിയും രോഗസ്വഭാവവും ഭിന്നമായിരിക്കും. ഇതൊക്കെ സൂക്ഷ്മമായി ചിന്തിക്കണം. ഒരു രോഗം ഒരു ഔഷധം കൊണ്ട് തന്നെ എപ്പോഴും മാറണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു രോഗത്തിനു തന്നെ പല മരുന്നുകൾ വിധിക്കേണ്ടിയിരുന്നില്ലല്ലോ. ചികിത്സാശാസ്ത്രത്തിൽ ഗുരുവിനുണ്ടായിരുന്ന സൂക്ഷ്മജ്ഞാനത്തെക്കുറിച്ച് വിവരിക്കുവാനായി പണ്ഡിതർ ഈ കഥ ഉദ്ധരിച്ചു കാണാറുണ്ട്. ജഗത്തിന്റെ സൂക്ഷ്മതത്വത്തെ അന്വേഷിച്ച് ഗ്രഹിച്ച തൃപ്പാദങ്ങൾക്ക് എല്ലാറ്റിലും ഇതുപോലെ സൂക്ഷ്മത പുലർത്തുവാൻ കഴിഞ്ഞിരുന്നു എന്നതാണ് സത്യം. പഠിതാവായ ഒരാൾ തൃപ്പാദ സമക്ഷം എത്തിയാൽ അയാൾ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും ഗുരു ചോദിക്കുക. സംശയങ്ങൾ ചോദിച്ച് വിദ്യാർത്ഥിയെ പഠനകാര്യത്തിൽ പുലർത്തേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് ബോധ്യം വരുത്തിയിട്ട് അനുഗ്രഹിക്കും. മതപ്രചാരകർ എത്തിയാൽ അവരോടും സംശയരൂപേണ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ മതത്തിന്റെ പൊരുൾ എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ ശ്രമിക്കും. ശരിയായ വിശ്വാസിയാണെങ്കിൽ അത് ഉൾക്കൊണ്ട് സ്വന്തം മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ശ്രമിക്കും. ശാസ്ത്രമോ ചികിത്സാ പഠനമോ ചരിത്രമോ ഭാഷയോ പഠിക്കാനിറങ്ങിയാലും സൂക്ഷ്മശ്രദ്ധ പുലർത്തണം. പൂർണ്ണ സത്യത്തെയാണ് അന്വേഷിക്കേണ്ടത്. ദർശനമാലയെന്ന കൃതിയിൽ ഗുരു ഇക്കാര്യത്തെ കുറച്ചുകൂടി ഗൗരവതരമായി പ്രതിപാദിക്കുന്നുണ്ട്. പണ്ട് ആലുവ അദ്വൈതാശ്രമത്തിലെ സംസ്കൃത പാഠശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഇങ്ങനെ പറഞ്ഞു: ലോകത്തിലെ ആദ്യ ഭാഷ സംസ്കൃതമാണ്. ബ്രഹ്മാവ് ആദ്യം പറഞ്ഞത് തപ എന്നായിരുന്നു. തപ എന്ന വാക്ക് സംസ്കൃതമാണല്ലോ. ഇത് കേട്ടിരുന്ന
സഹോദരൻ അയ്യപ്പൻ ഗുരുവിനോട് ചോദിച്ചു, അതൊരു ശരിയായ യുക്തിയാണോ എന്ന്. അപ്പോൾ ഗുരു മൊഴിഞ്ഞു, അത്തരം കാര്യങ്ങളിൽ അവരൊക്കെ തപ്പ തന്നെ. വേദത്തിൽ പ്രമാണം കിട്ടിയാൽ അവരാരും അതിനപ്പുറം പോകില്ല. മഹായുക്തിവാദിയായിരുന്ന ശങ്കരാചാര്യർ പോലും. ഇന്നും പണ്ഡിതർ ഇതേ തപ്പ പരുവത്തിലാണ്. സ്നേഹൌഷധത്തിന്റെ തളിരിലകൾ കൂട്ടിപ്പിഴിയാനറിയാത്ത ഇവർ മൂലം ലോകർ പരസ്പര വിദ്വേഷമാകുന്ന പഴുത്തുകൂമ്പി വേദന അനുഭവിക്കുകയാണ്. നന്ദി, നമസ്കാരം.